ചെറിയ പൈസ 2,60,000 കൊടുക്കാം. 2,60,000 കൊടുക്കണ്ടാവാ ഒന്നും നോക്കാല്ലേ? അതെ, ചോദിക്കണം നമുക്ക് 85,000 കേട്ടോ. 85,000 ഉണ്ടായ ഗഡ്സാണ് കൊടുക്കാല്ലേ? റെഡി പൈസ കൊണ്ടുവരുന്നത് 2,00,000 കൊടുക്കാം. 2,00,000 അതിലെന്ത്? 2,90,000 കൊടുക്കാം. 2,90,000 ഓട്ടോമാറ്റിക് ക്രൂസ് കൊടുക്കാം. എയർ ബാഗ്, ABS, ലെവൽ, സെൻട്രൽ ലോക്ക്, റിമോട്ട്, 4 ഡോർ വിൻഡോ ഒക്കെ വരും. എല്ലാം വരും. വെറും 1,10,000 കൊടുക്കാം. 1,10,000 സ്ക്വാഡിന്റെ ഫാബിയൻ കൊടുക്കാം. ഫിഗോണ് നമുക്ക് 1,20,000 കൊടുക്കാം. 1,20,000 ഫോർഡ് ബൈക്ക് കൊടുക്കാം. ഡീസൽ കേട്ടോ. നമുക്ക് 2,70,000 കൊടുക്കാം. 2,70,000 കൊടുക്കാം. അതിന് കുറച്ച് കൊടുക്കുവോ? നെഗോഷ്യബിൾ ആണ്. 1,20,000 കൊടുക്കാം. 1,20,000 അലവിലുള്ള ഒമ്നിയാണ് കൊടുക്കാം. അതെ, അപ്പൊ ഈ ഒമ്നിയ 9 പുതിയ പേപ്പർ എടുത്തിട്ട് 1,30,000 കൊടുക്കാം. നമ്മളങ്ങനെ മൂന്നാമത്തെ ലാസ്റ്റത്തെ എപ്പിസോഡ് കേട്ടോ. അതായത് കൊണ്ടോട്ടി തറയട്ടുള്ള KS-കാസിലാണ് 2 എപ്പിസോഡ് ചെയ്തു. ലാസ്റ്റത്തെ എപ്പിസോഡാണ്. ലാസ്റ്റത്തെ എപ്പിസോഡിൽ പറഞ്ഞ എക്സ്യൂവൽ ഉണ്ട്, ചെറുവണ്ടികളുണ്ട്. 40,000 45,000 മുതലാണ് ചെറുവണ്ടി സ്റ്റാർട്ടിംഗ് ഉണ്ട്. 30ഓളം വണ്ടികളുണ്ട് കേട്ടോ. നമ്മളെ കൂടുതൽ മുസഫിറാണ് നമ്മൾ ഇതിലേക്ക് സ്വൽസുഖല്ലേ ഷാറല്ലേ? ലൊക്കേഷൻ വരുന്നത് ലൊക്കേഷൻ തന്നെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്ക് അടുത്ത് തറയട്ടാണ് സ്ഥലത്താണ്. പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് ഒരു കുന്നിന്റെ മുകളിലാണ് അല്ലേ? നമ്മുടെ നമ്പറിലേക്ക് ജസ്റ്റ് വാട്സാപ്പിലേക്ക് ഒരു ഹായിട്ട് ലിങ്ക് വരും. ഫസ്റ്റത്തെ ലിങ്ക് കയറിയാൽ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. സെക്കൻഡ് ലിങ്ക് കയറി നമ്മൾ എല്ലാ വണ്ടിന്റെയും ഡീറ്റെയിൽസ് കിട്ടും. 150 വണ്ടി ഉണ്ട്, അതിന് ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടും. പുതിയ വണ്ടി ആണെങ്കിൽ അപ്ഡേറ്റ് ആവും, വണ്ടി ഒഴിവാക്കും ചെയ്യും. അതിൽ കയറി നമ്മളെ വണ്ടിന്റെ കിലോമീറ്റർ, ഓണർഷിപ്പ്, ലോണിന്റെ ഡീറ്റെയിൽസ് എല്ലാ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവില്ലേ? റേറ്റ്, ഫ്യൂവൽ ഒക്കെ എല്ലാം കിട്ടും. ഇവിടെ മേജർ ആക്സിഡന്റും ഫ്ലഡും ഗ്യാരണ്ടി ആണ്. അതേപോലെ നിങ്ങൾക്ക് അറിയാവുന്ന വർഷപ്പരമാണെന്ന് A to Z കാര്യങ്ങൾ മാക്സിമം നോക്കി ചെക്ക് ചെയ്തെടുത്താൽ മതി. ഉറപ്പായിട്ടെടുക്കാം. നിങ്ങൾ ദൂരത്ത് തന്നെ ആൾക്കാരാണെങ്കിൽ വർഷപ്പ് കൊണ്ട് ഉണ്ടാക്കി തരാം. അത് കാര്യമുണ്ട്. എന്നാലും നിങ്ങൾക്ക് നിങ്ങൾ ശ്വാസപ്പെട്ട ആളെ കൊണ്ടൊന്ന് ചെക്ക് ചെയ്യണം. അതായിരിക്കും നല്ലല്ലേ? എങ്ങനെയുള്ള സെറ്റപ്പ് ചെയ്താൽ വണ്ടി മറിച്ചത് എങ്ങനെ ചെക്ക് ചെയ്യാലല്ലേ? 2,60,000 മുതൽ ഇന്നോവ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ചെറുവണ്ടികളാണെങ്കിൽ നമുക്ക് ഒരു 40-50 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലേ? ഞാനവളെ 50,000 2-3 ഉണ്ടല്ലേ? ടോട്ടൽ 6 ഉണ്ട്. മാരുതികൾ 5-6 ഉണ്ട്. 65,000 3 മാരുതികളുണ്ട്. 70,000 80,000 സാൻഡ്രകളുണ്ട്. വണ്ടി ഒരുപാട് കയറാണ്ട് പണി നടക്കുന്നുണ്ട് ഉണ്ടല്ലേ? ലാൻസറുകളുണ്ട്. ചെറിയ പൈസ 1.5 ലെവലിലൊക്കെ ലാൻസർ 2-3 ഉണ്ടല്ലേ? ഒക്കെ മാക്സിമം ലോൺ കൊടുക്കുമല്ലോ. ചെറുവണ്ടികളെല്ലാം വലിയ വണ്ടികള് അല്ലേ? ഒക്കെ വീടുകൾ കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കും. നമ്മളെ ചാനലിൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നോക്കണം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മളെ മൂന്നാമത്തെ എപ്പിസോഡില് ഫുൾ എക്സ്യൂകളില്ലേ? എക്സ്യൂകളും 7 സീറ്റ് വണ്ടികളും. അതെ. അപ്പൊ ആദ്യം സ്കോർപിയോ ആയിക്കോട്ടെ. ഇത് 2008 മോഡല് ഹെംഹോക്ക് ആണ് കേട്ടോ. 8 മോഡല് ഹെംഹോക്ക് ബ്ലാക്ക് എഡിഷൻ വണ്ടി. കിടിലം കിടക്കാച്ച വണ്ടി. വർത്തമാനം പറയും. 1,500 ആണ്. 503 നമ്പർ ആയിട്ടില്ലേ? ഫുള്ളി ബ്ലാക്ക് ആണ്. ആൻഡ്രോയിഡ് സ്ക്രീനിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെയ്ത് ഏറ്റവും ഫുൾ ഓടില്ലേ? നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. നല്ല വൃത്തിലാണ്ടിയാ. ഏതാ സാധനം അല്ലേ? 8 മോഡലാകുമ്പോ എത്ര വരെ പേപ്പർ ഉണ്ട്? 28 വരെ പേപ്പറും ഉണ്ട്. എല്ലാപ്പറും ക്ലിയർ ആണ്. ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് ഉണ്ട്. പുതിയത് സ്ക്രീൻ അക്ഷ ചെയ്തോണോ? നല്ല വർക്കിംഗ് ആണ്. AC വർക്കിംഗ് ആണ്. എല്ലാം കൊണ്ടും കണ്ടീഷൻ വണ്ടിയില്ലേ? ടയറ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. 7 സീറ്റ് വണ്ടിയില്ലേ? 7 സീറ്റ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല്? നമുക്ക് 2,70,000 കൊടുക്കാം. 2,70,000 കൊടുക്കാം. അതിന് കുറച്ച് കൊടുക്കുവോ? നെഗോഷ്യബിൾ ആണ്. കുറച്ച് കൊടുക്കാം. ലോണ് കയറുവോ? ലോൺ കിട്ടാൻ പ്രയാസമാണല്ലേ? ചിലപ്പോൾ 1,00,000 വരെയൊക്കെ ചെയ്താൽ ചോദിച്ചോക്കാം. അന്വേഷിച്ച് നോക്കല്ലേ? എന്തായാലും ചെറിയ മുടക്കിൽ ഇറക്കാം. അതേ മാർക്ക് തന്നെ. എത്ര ഓടിക്കണ്ടേ? ഓട്ടം 1,33 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് 3rd തോന്നുന്നത്. മേജർ കാര്യങ്ങളൊന്നും ചെയ്യല്ലോ? ഒന്നുമില്ല. ഒരു പരിപാടി ചെയ്യല്ലേ? വർത്താനം പറഞ്ഞിങ്ങനെ കൊതിപ്പിച്ച് കൊണ്ടുപോയി നമ്മളെ. അതാണ്. ഡീസൽ എത്ര മൈലേജ് കിട്ടും? അതിനൊരു 12-13 മൈലേജ് കിട്ടും. എംഹോക്കാണ്. ഓക്കെ. അടുത്ത വണ്ടി വീണ്ടും സ്കോർപിയോ ഉള്ള വെള്ള. 2009 29 പുതിയ പേപ്പർ തന്നെയാണ്. 29 പേപ്പർ ഉണ്ട്. 60-80 വോയിസ് മേല. ഇത് വർത്താൻ പറയും. രണ്ടും ഒറ്റക്കിരിക്കും അങ്ങോട്ട് വർത്താൻ പറഞ്ഞോട്ടെ. എത്ര ഓടികളെ? ഇത് 1.5 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണല്ലേ? റീപ്ലേസ് ഉണ്ടോ? ഇല്ല, മേജർ ഒന്നുമില്ല. ആ പരിപാടികളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. വണ്ടിയാണ്. നല്ല വൃത്തിലുണ്ടല്ലേ? 3,20 കൊടുക്കട്ടോ. 3,20,000 അടിപൊളി 29 പേപ്പറുള്ള സ്കോർപിയോ കൊടുക്കല്ലേ? വോയിസ് മേലെ സൺറൈസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. തട്ടുമുട്ട് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ധൈര്യമായിട്ട് പറയാലേ? ഇതിപ്പോ ലോൺ കയറുമോ? അതിൽ ചിലപ്പോ 1.5 കിട്ടാൻ ചാൻസ് ഉണ്ട്. ലോൺ കയറും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? ഈ 2 സ്കോർപിയോ നമുക്ക് കൊടുക്കാം. 2 വർത്തമാനം പറഞ്ഞ അങ്ങനെ കമ്പനിയായിട്ട് ഇരിക്കണം ഇപ്പൊ അല്ലേ? അതാണ്. അടുത്ത വണ്ടി ടവേര ഉള്ളതാല്? ന്യൂ ഷേപ്പ് ഉണ്ട് കേട്ടോ. ന്യൂ ഷേപ്പ് ടവേര. സ്കോർപിയോ അല്ലേ? ഓക്കെ.
ടവേരാണ് ടവേര 2008 പുതിയ പേപ്പർ 28 പേപ്പർ ഉണ്ടോ കേട്ടോ. 8 മോളിൽ 22 പേപ്പറിലാണ് വണ്ടി. 7 സീറ്റ് വണ്ടിയിലത് 8 സീറ്റ് 8 സീറ്റോ? ആ എത്ര ഓടിയിടാറാ പറ്റുമോ? ഇത് 1.30 ഓടിയിട്ടുണ്ട്. AC കാലൊക്കെ കണ്ടീഷനാണ്. എല്ലാം കണ്ടീഷനാണ്. ഉഷാർ വണ്ടിയില്ലേ? ഓണർഷിപ്പ് 3 കിടക്കുന്നത് നിലവിലുള്ളത്. ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? 1.80 കൊടുക്കാം കേട്ടോ. 1,80,000 കൊടുക്കാം. 8 സീറ്റ് മൈലേജ് ഉണ്ടാവും. 18 കിലോമീറ്റർ മൈലേജും കിട്ടും. മൈലേജ് ഉണ്ടോ? 8 സീറ്റ് ടവേര 1.80 കൊടുക്കാറല്ലേ? 18 മൈലേജും കിട്ടും. റീപ്ലേസ് മേജർ കാര്യങ്ങള് ഒരു പരിപാടി ഇല്ല. ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാറല്ലേ? അടുത്തുള്ള അടിപൊളി സൈലാണ്. 2010 നമുക്ക് 1.80 കൊടുക്കാം. ഇതേ മാർക്ക് തന്നെ ടവേറിന്റെ വിലക്ക് സൈലും കൊടുക്കാം. E8 2032 വരെ ഉണ്ടല്ലേ നമ്പർ. കിലോമീറ്റർ ഓടിയുണ്ട്. കിലോമീറ്റർ 1.13 ഓടിയിട്ടുണ്ട്. 1.13. ഓണർഷിപ്പ് 3ാമത്തെ. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, മേജർ ഒന്നുമില്ല കേട്ടോ. ഒരു പരിപാടി ഇല്ല. ഒന്നുമില്ല. 1,80,000 കൊടുക്കാം അല്ലേ? 1.80 കൊടുക്കാം. 1 lakh ഫിനാൻസും കൊടുക്കാം. മാക്സിമം കയറും. വെറും 80,000 7 സീറ്റ് വണ്ടി. ഇതിപ്പോ ഡീസൽ മാത്രം മൈലേജ് കിട്ടും. അതിന് 10 കിലോമീറ്റർ മൈലേജും കിട്ടും. 10 കിലോമീറ്റർ മൈലേജ് കിട്ടില്ലേ? 1,80,000 സൈലും കൊടുക്കാം, ടവേരയും കൊടുക്കാം അല്ലേ? നല്ല ഉഷാർ വണ്ടികള്. അടുത്തുണ്ട് അതേമാതിരി ടവേരാണല്ലോ. നമുക്ക് ഇത് കൊടുക്കാം. ഇന്നോവ കൊടുക്കാം. ടവേര വിറ്റു. ഇന്ന് ഇന്നോവ ആയിക്കോട്ടെ. എങ്ങനെ മോഡലുണ്ട്? 2005 മോഡലാണ്. 5 മോഡൽ ഇന്നോവ. പുതിയ ടാക്സ് പഠിച്ച വണ്ടി കേട്ടോ. പഠിച്ചു. അപ്പൊ റിന്യൂവലോ? റിന്യൂവൽ അടുത്ത കൊല്ലം വരുന്നുണ്ട്. 6 മാസത്തുണ്ട്. ഇത് ഓപ്ഷൻ ഏതുണ്ട്? G4 തന്നെയാണ് അല്ലേ? ഓടിയെന്ന് പറയാൻ പറ്റുമോ? ഓട്ടോ 1.91. 1.91. ഒരു കേരള വണ്ടിയാ? അല്ല, നമ്പറായ വണ്ടിയാണ് അല്ലേ? ചെറിയ പൈസ 2,60,000 കൊടുക്കാം. 2,60,000 കൊടുക്കുന്നവാ? ഒന്നും നോക്കാല്ലേ? 7 സീറ്റ് 8 സീറ്റ് വണ്ടിയില്ല. മെക്കാനിക്കലി നല്ല ഫിറ്റ് ഉള്ള വണ്ടി കേട്ടോ. എല്ലാം കൊണ്ട് ഉഷാറാക്കി ക്ലിയർ ആക്കി കൊടുക്കും. എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. ഇതുമാ ലോണ് കയറുന്നല്ലേ? 2.60 ലോണ് കിട്ടാൻ പ്രയാസമാണല്ലേ? പേപ്പറൊക്കെ റെഡിയാ? ടാക്സ് ഇപ്പൊ അടിച്ചിട്ടുള്ളൂ. ഇതിന് 2006 അവിടെ കിടക്കണ ഇന്നോവ. പിന്നെ റിന്യൂവൽ എടുത്ത വണ്ടി കേട്ടോ. ഇപ്പൊ എടുത്തിട്ടുള്ളൂ അല്ലേ? അത് വീട്ടില് കൊടുക്കാല്ലേ? ഓക്കെ. അത് കാണിച്ചു കൊടുക്കാല്ലേ? 3,500 കൊടുക്കാം. 3,500 അവിടെ ഇന്നോവ എടുക്കുന്നുണ്ട്. ആ ഭാഗത്ത് ആ ഇന്നോവ കൊടുക്കാല്ലേ? ഏത് വണ്ടി കുറിച്ചാലും കൊടുക്കാം. നേരത്തെ ഈ ഇന്നോവ ആയിക്കോട്ടെ. ഇത് 2012 മോഡലാണ്. 12 മോഡൽ ഇന്നോവ. ഇത് ഓപ്ഷൻ ആയിരുന്നു. G4 തന്നെയാണ്. G4 ഇന്റർകൂളർ ഉണ്ട് കേട്ടോ. G4 ഇന്റർകൂളർ വരുന്ന അടിപൊളി ഇന്നോവ ഉണ്ട് അല്ലേ? ഇന്നോവൊക്കെ നമ്പർ ആയ വണ്ടി നമ്മുടെ അടുത്തുള്ള കേട്ടോ. എല്ലാ നമ്പർ ആയതാണ്. കേരള വണ്ടി ഉണ്ട്. കേരള 2015 കേരള വണ്ടി ഉണ്ട്. ഒക്കെ റീ വണ്ടി ആണല്ലേ? ഇത് ഓപ്ഷൻ ആയിരുന്നു. G4 തന്നെയാണ്. G4 അല്ലേ? 7 സീറ്റ് വണ്ടിയില്ലേ? അല്ല 8 സീറ്റ് വണ്ടിയില്ലേ? നല്ല വൃത്തിയുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയില്ലേ? എല്ലാം കൊണ്ട് ഉഷാറ്. എത്ര വണ്ടികൾ നമ്മൾ ചോദിക്കണത്? ഇത് നമുക്ക് ചെറിയ 5,90,000 കൊടുക്കാം. 5,90,000 നല്ല അടിപൊളി ഇന്നോവ. 5 ലക്ഷം വരെ ലോൺ കൊടുക്കാം. വെറും 19,90 നമുക്ക് ഇന്നോവ ഇറക്കാം. അതും ഇന്റർകൂളർ G4 ക്ലിയർ ആണല്ലേ? ഒരു പണി എടുക്കാണ്ടാവില്ല. ഫിനിഷ് ചെയ്യാണെന്നുള്ളൂ. എല്ലാം ക്ലിയർ ആയിട്ട് കൊടുക്കോളൂ നമ്മള്. അതാണ്. അടുത്ത വണ്ടി വീണ്ടും ഇന്നോവ കൂടെ 2008 29 പുതിയ പേപ്പർ വണ്ടിയാണ്. 8 മോളിൽ 29 പേപ്പർ ഉണ്ട്. അപ്പൊ അതിനേശം നോക്കിയാൽ മതി. G4 തന്നെയാണ്. G4 വരുന്നത്. എത്ര ഓടിയാണെന്നാല്? അത് 1.80 അങ്ങനത്തെ ഓടിയിട്ടുണ്ട്. 1.80. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് അല്ലേ? ഓക്കെ. റീപ്ലേസുകൾ ഉണ്ടോ? മേജർ ആയിട്ട് ഒന്നുമില്ല കേട്ടോ. ഒരു പരിപാടി ഇല്ല. ഒന്നുമില്ല. ധൈര്യമായിട്ട് പറയാം. ഓക്കെ. ഇത് 8 സീറ്റ് അല്ലേ? എല്ലാ 8 സീറ്റ് ഇന്നോവകള്. ഇതുമ്പോ ലോണ് കയറോ? ഇതിമേ ഒരു 2 ലക്ഷം എന്തായാലും ഫിനാൻസ് കൊടുക്കാം. 2 ലക്ഷം? 2.5 ഫിനാൻസ് കൊടുക്കാം. 2 ലക്ഷം വരെ മാക്സിമം ലോൺ കയറും. ധൈര്യമായിട്ട് പറഞ്ഞിട്ട് കൊടുക്കാം അല്ലേ? ചോദിക്കണ വില 4,10,000 ഉണ്ടോ? 4,10,000 ചോദിച്ചാണ്ട് 2 ലക്ഷത്തി സംതിങ് ലോൺ കയറ്റി കൊടുക്കാം. 1.5 ലക്ഷം 1.25 ലക്ഷം രൂപ വണ്ടി ഉണ്ടാവും. 12-13 മൈലേജ് കിട്ടുമോ? 12 എന്തായാലും കിട്ടും. അടുത്ത വണ്ടി നല്ല അടിപൊളി ഫോർച്യൂണർ ആണല്ലോ. ഫോർച്യൂണർ 2009 മോഡൽ ഒറിജിനൽ കേരള. 29 പുതിയ പേപ്പർ തന്നെ കേട്ടോ. 29 പേപ്പറിലുണ്ട്. അയ്യോ, ഇത് 4x4 മാനുവൽ ആണല്ലേ? എത്ര ഓടിയാണ്? 2.30 ഓടിയിട്ടുണ്ട്. ഇത് ഓണർഷിപ്പ് 8ാമത്തെ ഓണർഷിപ്പ് ആണ് കേട്ടോ നിലവിലുള്ളല്ലേ? അതുകൊണ്ട് നമുക്ക് ഇതിൽ ലാസ്റ്റ് 8 ലക്ഷം ഫൈനൽ ചെയ്ത് കൊടുക്കാം. 8 ലക്ഷം രൂപയ്ക്ക് 9 മോഡല് ഫോർച്യൂണർ 4x4 കൊടുക്കാം നമുക്കില്ലേ? വില കുറച്ച് കൊടുക്കുക. അത് നമ്മളെ ഉദ്ദേശം അല്ലേ?
ഏറ്റവും ഫൈനൽ റേറ്റ് ആണ് പറഞ്ഞത്. ഏറ്റവും ഫൈനൽ റേറ്റ് ആണ് 8 ലക്ഷം പറഞ്ഞത്. 8 ഫൈനലാണ്, അതിൽ കുറയില്ല. 8 നമ്മുടെ കാറ്റഗറി ഇട്ട് റേറ്റ്. ആ ഓക്കെ. അപ്പൊ 8 ലക്ഷം രൂപ ഫൈനലായിട്ടാണ് കിട്ടുന്നത്. എന്നാ വണ്ടി 9 മോളില് 29 പേപ്പറിൽ 4x4 ഉണ്ടെങ്കിൽ കൊടുക്കും. റെഡി ക്യാഷ് നമുക്ക് 8 ലക്ഷം രൂപ കിട്ടി കൊടുക്കാം. റെഡി ക്യാഷ് ലോൺ കയറില്ലല്ലോ അല്ലേ? ലോൺ നമുക്കൊരു 6 ട്രൈ ചെയ്യാം. 6 ലക്ഷം ലോൺ കയറും. അപ്പൊ എന്തായാലും 2 ലക്ഷം മുടക്കി നമുക്ക് 4x4 ഫോർച്യൂണർ കൊടുക്കാം അല്ലേ? പെട്രോൾ ഡീസലൊക്കെ മൈലേജ് കിട്ടും. ഇതിന് 10-11 മൈലേജും കിട്ടും. എന്തായാലും കിട്ടും. മെക്കാനിക്കലി ഒരു വർക്ക് കൊടുക്കാല്ല. ഫുൾ ഗ്യാരണ്ടി വണ്ടിയാണ്. റീപ്ലേസ് ഒന്നും കേട്ടില്ല, ഒന്നുമില്ല. ഓണർഷിപ്പിന്റെ ഒരു മൈനസ് മാത്രമേ വണ്ടിക്കുള്ളൂ. അടുത്ത വണ്ടി അൾട്ടോ 800 ആയിക്കോട്ടെ അല്ലേ? XUV കഴിഞ്ഞ ചെറുവണ്ടി ആയിക്കോട്ടെ അല്ലേ? എങ്ങനെ മോളിലുണ്ട്? 2015 വണ്ടി. 15 1181 നമ്പർ ഇതില്ലേ? ഞങ്ങൾക്ക് ഓഫറില്ല. 1.7 കൊടുക്കാം. 1,70,000 കളിട്ടുന്നൂറ് കൊടുക്കാം. 16 നമ്മൾ ചോദിക്കുന്നത് 2.60 ആ പക്ഷെ 15 ഓഫർ വില കൊടുക്കും. LXi ആണ്. എന്താ ചോദിക്കും? തൊട്ടുണ്ടാവും അല്ലേ? പൊട്ടനാണ്. പൊട്ടനാണ്. ആ അതായത് ഫസ്റ്റ് സ്റ്റാറിംഗ് ഇല്ലേ? ഫസ്റ്റ് സ്റ്റാറിംഗ് ഇല്ല, പവറിന്റെ അല്ല. പക്ഷേ പൊട്ടനായോണ്ടാണ് എല്ലാരും വെറുതെ കൊടുക്കണ്ടത്. ആ റീപ്ലേസ് ആള് പോവാണ്. റീപ്ലേസും കാര്യമൊന്നുമില്ല. ഒരു പരിപാടി ഇല്ല. ആ റീപ്ലേസ് ചെയ്യാത്ത വണ്ടി. കിലോമീറ്റർ ഓടിക്കണം എത്ര? കിലോമീറ്റർ 78 ഓടിയിട്ടുണ്ട്. 77 ഓടിയിട്ടുണ്ട്. 3ാമത്തെ ഓണർഷിപ്പാണ്. 77 ഓടിക്കണം. 3ാമത്തെ ഓണർഷിപ്പാണ്. ഫുൾ ഓൺ കൊടുക്കട്ടെ. ഫുൾ ഓൺ. അൾട്ടോ 800 തന്നെയാണത്. അത് അൾട്ടത് 800 തന്നെയാണല്ലേ? ആ അൾട്ടോ 800 1,80,000 രൂപ 15 മോളാണ് കൊടുക്കുക. ഫുൾ ഓണില് റയറാണ്. അപ്പൊ കേരള വണ്ടി അല്ല അപ്പൊ? കേരള തന്നെയാണ് അല്ലേ? അതും കേരള. കേരള വണ്ടിയുടെ ഫുൾ ഓണില് 15 മോളില് 1,80,000 രൂപയ്ക്ക് 70,000 രൂപയ്ക്ക് ഇനി വേറെ കൊടുക്കും. ഫുൾ ഓൺ പൈസ ഞാൻ കൊടുക്കാം. അടുത്ത വണ്ടി വീണ്ടും അൾട്ടോ 800 അല്ലേ? അതും ഗ്രേ കളർ ആണല്ലേ? 2016 മോഡല്. ഇത് പൊട്ടനാൾട്ടോ അല്ലല്ലോ, ഇത് സാധാ ഒറിജിനൽ തന്നെയാണ്. ബുദ്ധി ഉണ്ട് ഇതിന്. അപ്പൊ എങ്ങനെ മോഡലായിരുന്നാല്? ഇത് 16 16 മോഡലാണ്. 3ാമത്തെ ഓണർഷിപ്പാണ് വരുന്നത്. LXi. LXi 3ാമത്തെ ഓണർഷിപ്പ് അല്ലേ? ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? എത്ര ഓടിക്കണേ? ഇത് ഓട്ടം 66 ആ ലെവലിലാണ് ഓടിക്കുന്നുണ്ട്. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറിലുണ്ടല്ലേ? ഓടിക്കാൻ വൃത്തിയുള്ള വണ്ടിയാണ്. നമുക്ക് 2 ലക്ഷത്തിന് കൊടുക്കാം. 2 ലക്ഷം രൂപയ്ക്ക് അൾട്ടോ കൊടുക്കാം. ഇതേ 16 240 ഉണ്ട്. അത് വേറെ ഉണ്ട്. എങ്ങനെ കൊടുക്കും നമ്മള്? ഇതിന് കമ്പനി ഇഷ്ടമുണ്ടെന്നാല് നോക്കി നമ്പർ ചെക്ക് ചെയ്താൽ കിട്ടും. ചെക്ക് ചെയ്തെടുക്കാം അല്ലേ? 2,60,000 രൂപയ്ക്ക് അൾട്ടോ 800 കൊടുക്കാം. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് 2 രൂപ കൊടുക്കാം. ലോൺ കയറും. 10,60,000 മുടക്കിലും ഉണ്ടാവില്ല അല്ലേ? 18 ലെവല് മൈലേജും കിട്ടും. അടുത്ത വണ്ടി വീണ്ടും അൾട്ടോ 800 ആണല്ലേ? നീല കളർ ആണല്ലേ? അതെ. എങ്ങനെ മോഡൽ? 2019 വണ്ടിയാണ്. 19 മോഡൽ ഉണ്ടല്ലേ? അയ്യോ എത്ര ഓടിക്കണല്ലേ? അത് 55 അങ്ങനത്തെ ഓടിച്ചുള്ളൂ. 55,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഇത് സിംഗിൾ ഓണർഷിപ്പ് ആട്ടോ. നിലവിലുള്ളല്ലേ? റീപ്ലേസ് മേജർ ആയിട്ടൊന്നുമില്ല കേട്ടോ. ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലോ അല്ലേ? എത്ര വണ്ടി കമ്പനി ചോദിക്കണതാല്? 290 കേട്ടോ. 290. അതിലെന്തായാലും കുറച്ച് കൊടുക്കുവോ? അതെ, എന്തായാലും കുറച്ചും കൊടുക്കാം. ലോൺ എത്ര കയറും തന്നെ? ലോൺ 2.5 വരെ കിട്ടും. കയറും. എന്തായാലും 40 50 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. ഓക്കെ. അടുത്ത വണ്ടി വീണ്ടും അൾട്ടോ 800 ആണല്ലേ? 2016 വണ്ടി 240 കൊടുക്കാം. 240 16 മോളില് 350 നമ്പർ വണ്ടി കൊടുക്കാം. ഇത് LXi അല്ലേ? LXi. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. കിലോമീറ്റർ 78 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, മേജർ ഒന്നുമില്ല കേട്ടോ. ഒരു പരിപാടി ഇല്ല. ധൈര്യം പറയാലേ? കമ്പനി സ്റ്റർ ഉണ്ടാവില്ല? അപ്പൊ നമ്പർ ചെക്ക് ചെയ്താൽ കിട്ടും കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ കഴിയാലോ അല്ലേ? നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല അല്ലേ? എന്തായാലും മേജർ ആക്സിഡന്റ് അങ്ങനത്തെ ഒരിടല്ലോ? ഒന്നുമില്ലല്ലോ. ബമ്പറിന് ചെറിയൊരു പൊട്ടുണ്ട്. 10 രൂപ കുറയാൻ കേട്ടോ. ബമ്പറിന് പൊട്ടുണ്ട് അവിടെ ചെറിയ താഴഭാഗത്ത്. ചെറിയൊരു പൊട്ടുണ്ട്. വേറെ മേജർ കാര്യങ്ങൾ 2,000 രൂപ. പുതിയ മണി 2,000 രൂപ ഉള്ളൂ അല്ലേ? മണി നമ്മള് മാറ്റി കൊടുക്കും ചെയ്യാം. പൈസ ഒന്നും അല്ലേ? 18 ലെവല് മൈലേജും കിട്ടും. ഇതുമ്മ ലോൺ എത്ര കയറും? എന്താ ലോൺ കയറും? അടുത്ത വണ്ടി ഉണ്ടായ ഗഡ്സിലെ പഴയ രാജാവിലെ 2005 മോഡലാണ്. 5 മോഡല് പെട്രോൾ വണ്ടിയിലെ. എത്ര വരെ പേപ്പർ ഉണ്ട്? 26 വരെ പേപ്പർ ഉണ്ട്. എല്ലാ പേപ്പറും ക്ലിയറാ? ഓടിയെന്ന് പറയാൻ പറ്റൂലല്ലോ. ഓട്ടോ 130 ഓടിയിട്ടുണ്ട്. ഓടിയുണ്ട്. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് 3ാമത്താണ് നിലവിലുള്ളല്ലേ? എന്നാ റീപ്ലേസ് ഉണ്ടോ? മേജർ ആയിട്ടൊന്നുമില്ല കേട്ടോ. ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? നല്ല മെക്കാനിക്കൽ വർക്കിംഗ് ഉഷാറാണല്ലേ?
ഷോറൂമിൽ നിന്ന് അങ്ങനെ ഇറങ്ങണം അതേ സെറ്റപ്പിലാണ് ഇപ്പൊ കാണില്ല സീറ്ററും കാര്യങ്ങളൊക്കെ ആ ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ കണ്ടീഷൻ ഉണ്ട് കേട്ടോ എത്ര പേപ്പർ ഉണ്ട് പറഞ്ഞത് 25-26 പേപ്പർ ഉണ്ട് നിലവിലുണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ചോദിക്കണം നമുക്ക് 85,000 കേട്ടോ 85,000 റുപ്യക്ക് ഉണ്ടായ ഗഡ്സ് കൊടുക്കാം അല്ലേ റെഡി പൈസ വണ്ടി ഇറക്കാം പെട്രോൾ മാത്രം മൈലേജ് കിട്ടും ഇതിനൊരു 10 കിലോമീറ്റർ 12 കിലോമീറ്റർ കിട്ടും 10-12 മൈലേജ് കിട്ടും ധൈര്യം പറയാം ഓക്കെ അടുത്ത വണ്ടി സ്പാർക്കിലെ 2009 മോഡല് പുതിയ പേപ്പർ ഉണ്ട് കേട്ടോ 9 മോഡല് ഫുൾ പേപ്പർ ക്ലിയറാ എത്ര പേപ്പർ ഉണ്ട് 29 എല്ലാ പേപ്പറും ക്ലിയർ ആണ് ആ ഓടിയുണ്ടോ റെന്റോ ഓട്ടം നോക്കണം നോക്കിട്ട് പറഞ്ഞു കൊടുക്കും ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് മൂന്നാമത്തെ നിലവിലുള്ളത് റീപ്ലേസ് ഉണ്ടോ ഇല്ല മേജർ ആയിട്ട് ഒന്നുമില്ല കേട്ടോ ഒരു പരിപാടി ചെല്ലല്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുള്ള വണ്ടിയില്ലേ അതെ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേ ചോദിക്കുന്നത് 90 രൂപ ചോദിക്കണ്ടേ നീ കുറച്ച് കൊടുക്കട്ടോ 90,000 റുപ്യക്ക് സ്പാർക്ക് കൊടുക്കാം അല്ലേ ആ പെട്രോൾ തന്നെ പെട്രോൾ എത്ര മൈലേജ് കിട്ടും 12 മൈലേജും കിട്ടും ഫുള്ള് ചെറുവണ്ടികളാട്ടോ ഫുള്ള് ഇപ്പൊ ആ തല മുതൽ ഈ തല വരെ ഫുള്ള് ചെറുവണ്ടിയല്ലേ ചെറിയ പൈസ ഓക്കെ ഇനി സ്കോഡന്റെ എന്താണ് എത്തിയ ഫാബിയ സ്കോഡന്റെ ഫാബി ആണ് അല്ലേ ഡീസലാണ് 2010 മോഡല് വണ്ടിയാണ് കേട്ടോ 10 മോഡല് ഫാബി അല്ലേ 10 ലാസ്റ്റ് 2005 ലാസ്റ്റ് പേപ്പറും ഉണ്ട് 25 ലാസ്റ്റ് പേപ്പറും ഉണ്ട് ആ ഫുൾ ഓപ്ഷൻ വണ്ടിയാ അലവിലൊക്കെ വരുന്നുണ്ടല്ലോ ഡീസൽ ആ എയർ ബാഗ് ABS അലവില് സെൻട്രൽ ലോക്ക് റിമോട്ട് 4 ഡോർ വിൻഡോ ഒക്കെ വരും എല്ലാം വരും വെറും 1,10,000 രൂപ കൊടുക്കട്ടോ 1,10,000 റുപ്യക്ക് സ്കോഡിന്റെ ഫാബിയാണ് കൊടുക്കാം അല്ലേ ഓടിയെന്ന് പറയാൻ പറ്റുമോ ഓട്ടം നോക്കണം ഓട്ടോ ഓണർഷിപ്പ് പറഞ്ഞു കൊടുക്കാമല്ലോ അല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ളല്ലേ വേറെ മേജറോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എല്ലാം കൊണ്ട് ഉഷാർ പറഞ്ഞു കൊടുക്കാം ഇത് ഡീസൽ പെട്ടോളാ ഡീസൽ 15 കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും 1.5 5 ആണ് ഇഞ്ചിന്റെ പവർ ഉണ്ട് അല്ലേ ഓക്കെ അടുത്ത വണ്ടി സ്പാർക്ക് ആയിക്കോട്ടെ ഇത് ബീറ്റ് കേട്ടോ അല്ല ബീറ്റ് 2011-12 മോഡൽ വണ്ടിയാണ് 11 മോഡൽ 12 രജിസ്ട്രേഷൻ വരുന്ന കേട്ടോ വണ്ടി ഡീസൽ AC പവർ സ്റ്റാറിംഗ് പവർ സെൻട്രൽ ലോക്ക് റിമോട്ട് ക്ലീൻ പീസ് വണ്ടി എല്ലാം വരുന്ന ക്ലീൻ പീസ് വണ്ടി അല്ലേ അതെ നല്ല കണ്ടീഷൻ ഓടിക്കാൻ നല്ല കണ്ടീഷൻ ഉഷാറാണ് ഇപ്പൊ സസ്പെൻഷന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ മാറ്റിട്ടതാണ് കാര്യങ്ങളൊക്കെ ചെയ്താട്ടോ എല്ലാം ചെയ്ത് ഉഷാറൊക്കെ ഉണ്ടല്ലേ 26 വരെ പേപ്പറുണ്ട് 26 പേപ്പർ ഉണ്ട് എല്ലാം കൂടെ ഉഷാർ പറഞ്ഞു കൊടുക്കാം അല്ലേ ചോദിക്കുന്ന റേറ്റ് എത്ര 1.20 ചോദിക്കണേ നെഗോഷ്യബിൾ റേറ്റ് 1.20 ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിൾ ആണ് ഡീസൽ 25 കിലോമീറ്റർ മൈലേജ് കിട്ടും എന്തായാലും കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു ചെയ്യാലല്ലേ വേറെ പണി കാര്യങ്ങളോ ഒന്നുമില്ല നിലവിലൊന്നുമില്ല വീട്ടിൽ നമ്മുടെ അടുത്ത് പല റേറ്റിന് വണ്ടികളുണ്ട് അത്യാവശ്യം വണ്ടികൾ ഉണ്ടല്ലോ നല്ല വണ്ടി മാത്രമേ എടുക്കുള്ളൂ പറ്റിച്ചാൽ വണ്ടികളൊന്നും എടുക്കൂല നിങ്ങളുടേതായ വർഷാപ്പ് കൊണ്ടുവന്ന് മാക്സിമം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുത്താൽ മതി അങ്ങനെ സെറ്റപ്പ് ചെയ്തെടുക്കുമല്ലേ ഇവിടെ വർഷാപ്പ് എവിടെയും കൊണ്ടുപോകും ചെയ്യാം ഓക്കെ എന്നാ അടുത്ത വണ്ടി ഫോർഡ് ഫിഗോ ആയിക്കോട്ടെ നമുക്ക് ഒരു 1.20 കൊടുക്കാം 1,20,000 റുപ്യക്ക് ഫോർഡ് ഫിഗോ കൊടുക്കാം ഡീസൽ കേട്ടോ ഡീസൽ വണ്ടി കിലോമീറ്റർ കാര്യം പറയാൻ പറ്റുമോ കിലോമീറ്റർ 83 കിലോമീറ്റർ 4ാമത്തെ മാസം നിലവിലുള്ളത് 1.20 കൊടുക്കാം ആശയം വന്നോട്ടെ ഓക്കെ എന്നാ ടാറ്റന്റെ ഇൻഡിക്കാണത് ഇത് വിസ്റ്റ് ആണ് കോർപ്പറേറ്റ് സ്വിഫ്റ്റ് എഞ്ചിൻ വരുന്ന വണ്ടി 2011 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എത്ര രൂപയുണ്ട് ഇത് നമുക്ക് ഒരു 1.10 കൊടുക്കാം 1,10,000 റുപ്യ വണ്ടി കൊടുക്കാം ഫുള്ള് കണ്ടീഷൻ വണ്ടി ആവശ്യക്കാർ വന്നാൽ എന്തായാലും ഫോട്ടോസിന്റെ കേസ് വിട്ടു കൊടുക്കും അതെ എന്നാ ഒമ്നികളായിക്കോട്ടെ 3-4 2010 ഉണ്ട് 9 ഉണ്ട് 2003 ഉണ്ട് അപ്പൊ 9 അങ്ങനെ ഇത് 2010 മോഡലാണ് ഇത് അലവിലും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അലവില് 1.20 കൊടുക്കട്ടോ അലവിലൊക്കെ ഉള്ള നല്ല അടിപൊളി ഒമ്നില് ഇവ നല്ല വൃത്തിലുണ്ട് എത്ര ഓടിക്കണെന്നാല് ഓട്ടോന് മീറ്റർ നോക്കിയാണ് മീറ്റർ കംപ്ലൈന്റ് ആയത് കാണാൻ കഴിയൂല നോക്കിയാ കാണാം നോക്കിയാ കാണാൻ കഴിയൂലേ 1,14,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് അലവിലൊക്കെ ചെയ്ത വണ്ടിയില്ല കണ്ടീഷൻ ഉണ്ട് കേട്ടോ എത്ര ആയിക്കോട്ടെ 1.20 കൊടുക്കാം 1,20,000 റുപ്യക്ക് അലവിലുള്ള ഒമ്നിയാണ് കൊടുക്കാം അതെ അപ്പൊ ഈ ഒമ്നിയോ 9 ആണെങ്കിൽ പുതിയ പേപ്പർ എടുത്തിട്ട് 1.30 നമുക്ക് കൊടുക്കാം 1.30 ഒമ്നി ഇതും കൊടുക്കാം 5 പുതിയ പേപ്പർ ഒക്കെ 5 സീറ്റ് വണ്ടി ഓക്കെ അപ്പൊ ഈ ഒമ്നിയോ ഇത് 2003-28 പേപ്പറിലാണ് നമുക്ക് 65,000 രൂപ 65,000 റുപ്യക്ക് അയ്യവ 65,000 റുപ്യക്ക് ഈ ഒമ്നി 3 ഒമ്നികളില് ഇനി മാരുതികൾ 4 ഉണ്ടല്ലോ മാരുതി 4 ഉണ്ട് ഇത് 2002 ആണ് 2004 വണ്ടി 29 പേപ്പറിലുണ്ട് എത്ര കൊടുക്കാം ഇതൊക്കെ 65,000 രൂപ കൊടുക്കും മാരുതി 65,000 റുപ്യക്ക് ഏത് മാരുതി അല്ലോ 65,000 റുപ്യക്ക് വെള്ള കളറ് 2004 2006 2005 ഒക്കെ 65,000 റുപ്യക്ക് 4 മാരുതി 800 കൊടുക്കാം അല്ലെ ഫുൾ കണ്ടീഷനിലും കൊടുക്കുക കണ്ടീഷനല്ല ചെക്ക് ചെയ്തിട്ടോടല്ലേ അതാറുണ്ട് അതേപോലെ സാൻഡ്രോ ഉണ്ടല്ലോ അവിടെ രണ്ടെണ്ണം സാൻഡ്രോ അതൊക്കെ 90,000 റുപ്യക്ക് ഈ വെള്ള സാൻഡ്രോ കൊടുക്കാം ഈ ഇത് കൊടുക്കാം 2 സാൻഡ്രും 90,000 റുപ്യ കൊടുക്കാം 2010 സിംഗിൾ ഓണർ വണ്ടി നമുക്ക് 1.20 കൊടുക്കാം 1.20 നല്ല അടിപൊളി സാൻഡ്രോ വേറെ ഉണ്ട് 1.20 കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് അയ്യോ അപ്പൊ ഇന്ത്യക്കാണ്
ഇത് 2008 28 പേപ്പറിലാണ് നമുക്ക് 75,000 രൂപ 75,000 രൂപയ്ക്ക് ഇന്ത്യക്ക് കൊടുക്കാം. ഒക്കെ കണ്ടീഷൻ വണ്ടികളല്ലേ, ചൊർക്കാക്കി വണ്ടികളാണ് മെയിൻ ആയിട്ട് വണ്ടികളാട്ടോ. അതെ മുസൈബറ അടിപൊളി ഹോണ്ട സിവിക്ക സിറ്റി. അത് സിവിക് ആണോ? ഹോണ്ട സിവിക്കിലെ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ഹോണ്ട സിവിക് ആണല്ലേ. എത്ര മോഡൽ ഇരുന്നാല്? 2008 മോഡൽ വണ്ടിയാണ്. 28 പുതിയ പേപ്പർ ഉണ്ട്. പെട്രോൾ ഓട്ടോമാറ്റിക് കേട്ടോ. പെട്രോൾ ഓട്ടോമാറ്റിക് പേപ്പറിലുണ്ട്. അലവിലെ കമ്പനി ചെയ്തല്ലത് കമ്പനി വണ്ടി. കമ്പനി എന്താ ഓടിയണോ? ഓട്ടം 120 ഓടിയിട്ടുണ്ട്. ഓടിയണോ? 3ാമത്തെ ഓണർഷിപ്പ് ആണ് നിലവിലുള്ളല്ലേ. ലക്ഷറി ലുക്ക് ആണല്ലേ. സീറ്ററിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് 2,60,000 കിട്ടിയ കൊടുക്കാം. 2,60,000 രൂപയ്ക്ക് ഹോണ്ട സിവിക് ആണ് കൊടുക്കാം അല്ലേ. 29 വരെ പേപ്പറിലുണ്ട്. റീപ്ലേസിനതിന് മേജറായിട്ട് ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. റീവണ്ടി ആണോ? റീ രജിസ്ട്രേഷൻ ഉണ്ടല്ലേ. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ മൈലേജ് കിട്ടും പെട്രോൾ ഓട്ടോമാറ്റിക്കിനല്ലേ. അടുത്ത വണ്ടിയാണ് അടിപൊളി ഹോണ്ട സിറ്റി. 2008 28 പുതിയ പേപ്പർ വണ്ടിയാണ്. 8 പേപ്പർ ഉണ്ട്. നമുക്ക് 1,40,000 കിട്ടിയ കൊടുക്കട്ടോ. 1,40,000 രൂപയ്ക്ക് ഹോണ്ട സിറ്റി കൊടുക്കാം. ഫുൾ കണ്ടീഷൻ വണ്ടി. ഓക്കെ. അടുത്ത വണ്ടി ഇൻഡിക്ക മനസ്സ് അടിക്കലുണ്ട്. പെട്രോൾ മനസ്സ് കേട്ടോ. പെട്രോൾ മനസ്സല്ലേ. മോഡലാണ് 2013 വണ്ടി സിംഗിൾ ഓണർ വണ്ടി. നമുക്ക് 1,40,000 കൊടുക്കാം. 1,40,000 ഈ വണ്ടി കൊടുക്കാം. 13 മോഡൽ അല്ലേ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വേറെ മേജർ റീപ്ലേസ് ഒന്നുമില്ല. എന്നാ ഈ വോക്സ് വാഗന്റെ പോളാണത്. വെന്റോ എങ്ങനെ മോഡലുണ്ട്? അത് 2011 മോഡല് ഹൈലൈൻ ആണ്. ഹൈലൈനാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. കേട്ടോ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. കിലോമീറ്റർ 1,20 ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. സീറ്റോർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? 2.5 ലക്ഷത്തിന് കൊടുക്കാം. 2.5 ലക്ഷം രൂപയ്ക്ക്. അതിലെന്ത് 1.5 ഫിനാൻസും കൊടുക്കാം. മാക്സിമം ലോൺ കയറും. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം കൊണ്ട് ഉഷാറുണ്ടല്ലേ. ഓക്കെ. അടുത്ത തന്നെ ഷവർലെറ്റിന്റെ ക്രൂസ് ആണല്ലോ. ഞങ്ങൾ മോഡലുണ്ട് 077 നമ്പർ. 0070. മലയാളത്തിൽ പറയണേ അങ്ങനെയാണല്ലേ. ഞങ്ങളുടെ മോഡലുണ്ട് 2011 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 11 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അല്ലേ. LTZ ആണ് ഓപ്ഷൻ വരുന്നത്. ബട്ടൺ സ്റ്റാർട്ട്, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരും. എല്ലാം വരും. എത്ര ഓടിക്കണെന്നാല്? ഇത് 1,20 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 1,20 സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് മേജറായിട്ട് ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നാല്? 2,90,000 രൂപ കൊടുക്കാം. 2,90,000 രൂപയ്ക്ക് ഓട്ടോമാറ്റിക് ക്രൂസ് കൊടുക്കാം. അതിലെന്തെങ്കിലും കുറച്ചും കൊടുക്കാം. ഇത് ലോൺ കയറുമോ? ലോൺ കിട്ടില്ല. റെഡി ആയി വണ്ടി ഇറക്കാം. ഓക്കെ. അടുത്ത വണ്ടി ഹുണ്ടായിന്റെ വർണ്ണ 2011 മോഡൽ വരണയാണ്. ഡീസൽ വർണ്ണല്ലേ. നമുക്ക് ഓഫറിൽ 2,80,000 കൊടുക്കാം. 39,99. 2,80,000 രൂപയ്ക്ക് വർണ്ണ കൊടുക്കാം. ഡീസൽ അല്ലേ. ഓടിയുണ്ട് എത്ര നാല്? ഓട്ടം 1,20 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ 6ാമത്താണ്. ഓ റീപ്ലേസ് ചെയ്യാലോ? ഇല്ല, മേജർ ഒന്നുമില്ല. ചവിട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പുല്ലൊക്കെ ഉണ്ടല്ലോ അല്ലേ. 2,80,000 അല്ലേ. 2,80,000 കൊടുക്കും. അതില് ലോൺ എത്ര കയറുന്നാല്? ലോൺ 2 രൂപ വരെ ലോൺ കിട്ടും. 2 ലക്ഷം ലോൺ കയറും. 80,000 മുടക്കിൽ നല്ല അടിപൊളി പറഞ്ഞ സെഡാൻ വണ്ടി കൊണ്ടുപോകാം അല്ലേ. ഓക്കെ. എന്തായാലും കുറച്ചും കൊടുക്കാല്ലേ. ഓക്കെ. അതേപോലെ അടിപൊളി ഹോണ്ട സിറ്റി ആണല്ലോ. സിറ്റി 2014 മോഡൽ സിറ്റി ആണ്. 14 ഹോണ്ട സിറ്റി. ഓഫർ വില ഉണ്ട്. SP ആണ് ഓപ്ഷൻ വരുന്നത്. നമുക്ക് വെറും 3,90,000 രൂപ കൊടുക്കും. 3,90,000 16 മോഡല് സിറ്റി കൊടുക്കാം. 14 സിറ്റി കൊടുക്കാം. 14 സിറ്റി 3,90 ഉണ്ട്, 4 ഉണ്ട്, 4,20 സിറ്റികൾ 3-4 ഉണ്ടല്ലേ. 7 വന്നാലും കൊടുക്കും. ഡീസലാണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. ഇത് കിലോമീറ്റർ ഓടിയുണ്ട്. ഇത് 1,17 ഓടിയിട്ടുണ്ട്. ഓടിയണോ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നിലവിലുള്ള നല്ല അടിപൊളി ഉണ്ടല്ലേ. നല്ല മൈലേജുകളുണ്ട്. റീവണ്ടി അറിയാം. ഇതിന്മേൽ ലോൺ എത്ര കയറുന്നാല്? ലോൺ 3.5 ലോൺ കിട്ടും. കയറും. 50 രൂപയ്ക്ക് ഇറങ്ങുമോ? 50 ഇറങ്ങും. 90 ആകുമ്പോ എന്തായാലും ഒരു 10-20-30 രൂപയ്ക്ക് ഹോണ്ട സിറ്റി ഉണ്ടാകാം അല്ലേ. ഓക്കെ. 20 വരെ മൈലേജും കിട്ടും. അടുത്ത വണ്ടി സണ്ണിക്കുട്ടനാണല്ലേ. 2013 മോഡൽ XV ആണ്. ടോപ്പിന്റെ ബട്ടൺ സ്റ്റാർട്ട്. ഏറ്റവും ടോപ്പിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയില്ലേ. അയ്യോ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. കിലോമീറ്റർ 1,30 ഓടിയിട്ടുണ്ട്. 3ാമത്തെ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ഉണ്ടോ? മേജറായിട്ട് ഒന്നുമില്ല കേട്ടോ. ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നല്ലേ? നമുക്കൊരു 3,10,000 രൂപ കൊടുക്കാം. 3,10. ആ തെർച്ചിന് 10,000 കൊടുക്കുമോ? കൊടുക്കാം. അതാറുണ്ട്. 3,10 തെർച്ചിന് 10,000 കുറച്ച് 3 ലക്ഷം രൂപയ്ക്കല്ല അടിപൊളി നിസാന്റെ സണ്ണം കൊടുക്കാം അല്ലേ. ഫുൾ കണ്ടീഷൻ വണ്ടിയില്ലേ. അതെ. ലോൺ എത്ര കയറും? ലോൺ 2 രൂപ ലോൺ കയറും. 1 ലക്ഷം മുടക്കിൽ ഇറക്കാം.
അടുത്ത വണ്ടി നല്ല അടിപൊളി ഇത്യോസ് ആണല്ലോ. ഇത് 2012 മോഡൽ ഇത്യോസ് ആണ്. 12 ഇത്യോസ്. ഓടിക്കാൻ അടിപൊളി വണ്ടി കേട്ടോ. ഓടിക്കാൻ അടിപൊളി, കാണാൻ കണ്ണിന് കുളിർമ. നീല കളറല്ലേ? അതെ. എത്ര ഓടിയിരുന്നാല്? 2012 മോഡലാണ്. GD SP ഉണ്ടോ? 2 രൂപ വരും. SP ഉള്ള വണ്ടിയാണ് അപ്പൊ അല്ലേ? എത്ര ഓടിക്കണ്ടേ? ഇത് 1 ഓടിയിട്ടുണ്ട്. ഓടിക്കുന്നുണ്ട്. ഓ, ഏതാ ചൊറുക്കിലെ? സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ബാക്ക് ടയർ കട്ട ടയർ ആണല്ലേ? സീറ്റർ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത സെറ്റപ്പിൽ ഉണ്ടല്ലോ അല്ലേ? പോളിഷും കാര്യമൊക്കെ ചെയ്ത് കൊടുക്കട്ടോ. ചെയ്ത് കുട്ടപ്പനാക്കി കൊടുക്കും. എത്ര ചോദിക്കണ്ടേ? ഇത് 3.5 ലക്ഷം. 3.5. GD SPക്ക് കുറച്ച് കൊടുക്കും. ലോൺ എത്ര കയറും? ലോൺ ഒരു 2.5 ലോൺ കിട്ടും. മാക്സിമം ലോൺ കയറും. 10,000 രൂപ ഇറങ്ങാം. അടുത്ത വണ്ടി ഫിയറ്റിന്റെ ലിനിയാണത്. 2014 മോഡല്. 2014 ഡീസൽ ആട്ടോ. 14 മോഡല് ഡീസൽ വണ്ടി. നല്ല മൈലേജുള്ള വണ്ടി. 15 എഞ്ചിൻ വരും. അതെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.30 ഓടിയിട്ടുണ്ട്. 3ാമത്തെ ഓണർഷിപ്പാണ്. 3ാമത്തെ ഓണർഷിപ്പാണ് അല്ലേ? എന്നാ റീപ്ലേസ് ഉണ്ടോ? മേജറായിട്ട് ഒന്നുമില്ല കേട്ടോ. ഒരു പരിപാടി ഇല്ല. ഒന്നുമില്ല. ധൈര്യമായിട്ട് പറയാലേ? എല്ലാം കൂടെ ഉഷാറിൽ അടിപൊളി വണ്ടി. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണ്ടേ? ചോദിക്കുന്നത് 2,40,000. 2.40. അതിന് കുറച്ച് കൊടുക്കൂലേ? നെഗോഷ്യബിൾ ആണ്. ഒരു 1.5 വരെ ഫിനാൻസ് കൊടുക്കണം. 1.5 ലക്ഷം വരെ ഫിനാൻസും കയറും. വേറെ പണി കാര്യങ്ങള് ഒന്നുമില്ല. എല്ലാം കൊണ്ട് കിടിലം വണ്ടി അല്ലേ? ഓക്കെ. 28, 26 നമ്പറും വരൂലേ? KL1 തിരുവനന്തപുരം ആണല്ലേ? തലസ്ഥാന വണ്ടിയാണ് വരുന്നത്. ഓക്കെ. അടുത്ത വണ്ടി ഹോണ്ടന്റെ അമേസാണല്ലോ, മുന്തിരി. ഇത് 2015 മോഡൽ റിയ വണ്ടിയാണ്. ഇത് ഓഫർ വില 3.30 കൊടുക്കാം. 3,30,000 രൂപയ്ക്ക് 64,000 വണ്ടിയാണ് കൊടുക്കുക. 4 ലക്ഷം ലോൺ കിട്ടണം വണ്ടി കേട്ടോ. ക്യാഷ് ബാക്ക് ഉണ്ടപ്പോ? എന്നാലും 15,000 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. എത്ര ഓടിക്കണമെന്നാലേ? ഇത് 1.30 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. റീവണ്ടിയാണ്. റീപ്ലേസ് ഇല്ല, റീവണ്ടിയാണ്. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ എന്താ ചുരുക്കില്ല. സ്ക്രീന് കാര്യങ്ങൾ ചെയ്തോളൂ, നീല ലൈറ്റ് ചെയ്തോളൂ, എല്ലാം ചെയ്ത വണ്ടി. ടയർ കാര്യങ്ങൾ അതും ഉണ്ട്. 3.90. അതില് കുറച്ച് കൊടുക്കുമല്ലോ അല്ലേ? 3,30,000 വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. അത് കുറച്ച് കൊടുക്കും. 4 ലക്ഷം ലോൺ കയറും. 70,000 രൂപ 80,000 രൂപ ക്യാഷ് ബാക്ക്. നല്ല അടിപൊളി ഹോണ്ട അമേസിലെ ചൊറുക്കുള്ള വണ്ടി, മൈലേജുള്ള വണ്ടി. എത്ര മൈലേജ് കിട്ടും? 20 എന്തായാലും കിട്ടും ചെയ്യും. ഓക്കെ. അടുത്ത വണ്ടി ടൊയോട്ടന്റെ ഇത്യോസ് ആണല്ലോ. 2012 മോഡൽ ഇത്യോസ് ആണ്. GD ആണ് ഓപ്ഷൻ വരുന്നത്. 12 ഇത്യോസ് GD. SP ഉണ്ടോ? SP ഇല്ല. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.23 ഓടിയാണ്. 3ാമത്തെ ഓണർഷിപ്പ്. 1.23 3ാമത്തെ ഓണർഷിപ്പാ. എന്നാ റീപ്ലേസ് ഉണ്ടോ? മെയിൻ ക്ലാസ് മാറിക്കണോ? വേറെ മേജർ എന്തെങ്കിലും? മേജർ ഒന്നുമില്ല. ഒരു പരിപാടി ചില ധൈര്യമായിട്ട് പറയാം. എത്രയാണ് ഈ മാണിക്കക്കല്ലിന് ചോദിക്കണ്ടേ? ഇതിന് 3,30,000 കേട്ടോ. 3.30. അത് കുറക്കൂലേ? കുറച്ചിനും കൊടുക്കൂലേ? എന്താ ചെയ്യാ? 2.5 ഫിനാൻസ്. 2.5 ലക്ഷം ലോണും കയറും. എന്തായാലും ഒരു 10,000 രൂപയ്ക്ക് വണ്ടി ഇറങ്ങാം അല്ലേ? ഡീസൽ എത്ര കിട്ടും മൈലേജ്? ഡീസൽ അതിനൊരു 20 കിലോമീറ്റർ എന്തായാലും കിട്ടും. എന്തായാലും കിട്ടും. നേരായിട്ട് പറയും ചെയ്യാലോ അല്ലേ? അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സണ്ണി കിട്ടും. 2016 മോഡൽ സണ്ണിയാണ്. 16 സണ്ണിലെ. ഇത് ഓപ്ഷൻ ഏതാ? അത് XL ആണ്. XL ആണ് ഓപ്ഷൻ വരുന്നത്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 1.20 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് 3 തോന്നുന്നു കേട്ടോ. നിലവിലുള്ള അല്ലേ? ഇപ്പോൾ വന്നിട്ടുള്ളൂ അല്ലേ? പുത്തൻ വണ്ടികളാണൊക്കെ. ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലേ? 3.30 കൊടുക്കാം. 2016 സണ്ണി. 3,30,000 രൂപയ്ക്ക് 16 മോളിലെ സണ്ണി കിടാവ് കൊടുക്കാം അല്ലേ? ലോൺ എത്ര കയറും? ലോൺ 2.5-3 ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. ലോൺ കയറും. ധൈര്യമായിട്ട് പറഞ്ഞു ചെയ്യാലോ അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി ഹോണ്ട സിവിക്കനാണ് അല്ലേ? അലവിലൊക്കെ ചെയ്ത നല്ല അടിപൊളി വണ്ടി അല്ലേ? എങ്ങനെ മോഡലുണ്ട്? അത് 2008 മോഡൽ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് കേട്ടോ. 8 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. ഏതാ പൂത്തിന് വരല അലവിലെ? എത്ര ഓടിയാല്? ഓട്ടം 1 സംതിങ് ഉണ്ട്. 1 സംതിങ് ഓടിക്കണോ? ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് 4 ആണ് നിലവിലുള്ളത്. റീപ്ലേസ് ഉണ്ടോ? മേജർ ഒന്നുമില്ല. ഒന്നുമില്ല. ധൈര്യമായിട്ട് പറയാലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? അതിന് 2.5 ലക്ഷം. 2.5. അതിൽ കുറച്ച് കൊടുക്കും. നെഗോഷ്യബിൾ ആണ്. ലോൺ എത്ര കയറും? ഫിനാൻസ് കിട്ടില്ല കേട്ടോ. കൊടുക്കൂല. റെഡി കഴിക്കണ ഇറക്കല. ചൊർക്കില് കൊണ്ടാക്കാം. അലവില് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. കുറച്ച് കൊടുക്കൂല എന്നാല്? എന്തായാലും കുറച്ച് കൊടുക്കും. പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. 10 കിലോമീറ്റർ ഒക്കെ 10 പ്രതീക്ഷിക്കാം. 15 കിട്ടൂല. അതാണ്. അടുത്ത വണ്ടി അല്ല അടിപൊളി ഹോണ്ട സിറ്റി വീട്ടില്.
2014 SP ആണ് ഓപ്ഷൻ വരുന്നത്. ന്യൂ ഷേപ്പ് ആക്കി വണ്ടി കേട്ടോ. ന്യൂ ഷേപ്പ് ചെയ്തോണ്ടില്ലേ? 1027 നമ്പർ ഉണ്ട്. അലവിലൊക്കെ ചെയ്ത് ചുരുക്കാക്കി വിടും. ആ എത്ര ഓടിക്കണെന്നാല്? ഇത് 120 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആട്ടോ. 120 ഓടിക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് മേജർ ആക്ഷൻ ഒന്നുമില്ല. ഒരു പരിപാടിയില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്രയാണ് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത്? 420 കേട്ടോ. 420 ചോദിക്കണം. അത് കുറച്ച് കൊടുക്കും. അത് ലോൺ എത്ര കയറുന്നാല്? ഫുൾ ലോണാ? 3.5 ലോണും കയറും. റീ രജിസ്ട്രേഷൻ വണ്ടി ഒരു 70 റുപ്യക്ക് 50 റുപ്യക്ക് വണ്ടി ഇറങ്ങാം അല്ലേ? വേറെ പണി മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ചെല്ലാം. എല്ലാം ഉണ്ട് സാറ്. എത്ര മൈലേജ്? ഇത് ഡീസൽ അല്ലേ? ഡീസലിന് മൈലേജും കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി വീണ്ടും സിറ്റി, ഹോണ്ട സിറ്റി ഉള്ളല്ലേ? 14 410 ഡീസലിന്. ആ തെർച്ചിന് 10,000 കൊടുക്കൂലേ? 3.5 ഫിനാൻസും കൊടുക്കാം. കയറും. ഓടിക്കണ എത്ര? ഓട്ടം 93 ഓടിച്ചു. ഇത് അലവില് ചെയ്തല്ലേ? കിലോമീറ്റർ 93. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 4ാമത്തെ നിലവിലുള്ളല്ലേ? റീപ്ലേസുകളുണ്ടോ? ഒരു പരിപാടിയില്ല. ധൈര്യമായിട്ട് പറയാം. എത്ര വണ്ടി കൊണ്ട് 410? തെർച്ചകൾ 10,000 കുറക്കും. ലോണ് കാര്യങ്ങൾ എത്ര? ഫുൾ ലോണാ? 3.5 കൊടുക്കാം. ലോൺ അല്ലേ? 50,000 മുടക്കിൽ നമുക്ക് 2-3 ഹോണ്ട സിറ്റികൾ ഇറക്കാം അല്ലേ? ഡീസൽ നല്ല മൈലേജ് ഉണ്ടോ? വേറെ പണികളോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. അടുത്ത വണ്ടി അൾട്ടീസ് ആണ്. ന്യൂ ഷേപ്പിലെ 2014 മോഡൽ ന്യൂ ഷേപ്പ്. 14 മോഡൽ അൾട്ടീസിലെ. ഇത് ഓപ്ഷൻ ജെ. ഫുൾ ഓപ്ഷനാ? അല്ല, മിഡിൽ ഓപ്ഷൻ അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 168 ഓടിയിട്ടുണ്ട്. 168. 3ാമത്തെ ഓണർഷിപ്പ് ആണ് നിലവിലുള്ള അല്ലേ? റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു പരിപാടിയില്ല. ധൈര്യമായിട്ട് പറയാം. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? ഇതിന് ചോദിക്കണത് 6 ലക്ഷം. 6.5. അതില് 50,000 കുറച്ച് കൊടുക്കും അല്ലല്ലോ? ചെറിയ മാറ്റത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കുമല്ലോ അല്ലേ? 6 ലക്ഷത്തിന് കുറച്ച് കൊടുക്കും. ലോൺ എത്ര കയറും? ലോൺ ഇതിനൊരു 5.5 മുതൽ 6 ലക്ഷം വരെ ലോൺ തന്നെ. 5.5 to 6 ലക്ഷം വരെ ലോൺ കയറും. 5 to 6 വരെ 50,000 മുടക്കണം അല്ലേ? എന്നാ വണ്ടി ഇറക്കാം. 18-20 മൈലേജും കിട്ടും. എന്തായാലും കിട്ടും ചെയ്യുമല്ലോ അല്ലേ? മുസഫർ അടുത്തുള്ള അടിപൊളി നാനോളല്ലേ? 50,000 മുതൽ തുടങ്ങും സ്റ്റാർട്ടിങ് അല്ലേ? അപ്പൊ ഈ നീല കളർ നാനാണ് 2014 മോഡൽ പവർ സ്റ്റാറിംഗ് ഉള്ള വണ്ടിയാണ്. 14 പവർ സ്റ്റാറിംഗ് ഉള്ള വണ്ടിയാണ്. ഡിക്കി ഓപ്പൺ ആവില്ല? ഡിക്കി ഓപ്പൺ വേറെ ഉണ്ട്. അത് വേറെ പറഞ്ഞു കൊടുക്കാം അല്ലേ? ഇത് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഇത് 3ാമത്തെ ഓണർഷിപ്പ് ആണ് വരുന്നത്. എത്ര രൂപയുണ്ട്? ഇത് 90,000 രൂപ കൊടുക്കാം. 90 കൊടുക്കാം. 90,000 രൂപ കൊടുക്കാം. കുറച്ചും കൊടുക്കാം. റെഡി ആയി ഇറക്കാം. ഓക്കെ. ഈ നാനാണ് നല്ല വെള്ള. ഇത് 2016 മോഡല് ഡിക്കിലാണ്. 16 ഡിക്കിലാണല്ലേ? ഡിക്കും തുറക്കാൻ പറ്റും. ടിസ്റ്റാണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കോ? ഓടിക്കണ എത്ര? 66. ഓണർഷിപ്പ് സിംഗിള്. സെക്കൻഡ് അറ്റ. എത്ര വയ്ക്കണല്ലേ? 1.90 കൊടുക്കാം. 1.90 ഒക്കെ മാക്സിമം കുറച്ച് കൊടുക്കൂലേ? അതേപോലെ ഈ നാനാണ്? ഇത് നമുക്കൊരു 50,000 രൂപ കൊടുക്കാം. 2011 മോഡൽ. 11 മോഡൽ നാന 50,000 രൂപയ്ക്ക് സ്വർണ്ണം പൂസ് വേണ്ടി കൊടുക്കാം. സ്വർണ്ണം പൂസിന് വില കുറയില്ലേ? ഞാൻ വേറെ 3 വേറെ അത് കാണിച്ചു കൊടുക്കാം അല്ലേ? അതെ. അതേമാതിരി 3 നാന പടി ഉണ്ടല്ലേ? ഇത് 2011 ആണ്. 11 മോഡൽ ചോപ്പുള്ള നാനോ. എത്ര വയ്ക്കണ്ടേ? നമുക്കൊരു 50 രൂപ കൊടുക്കാം. 50 രൂപയ്ക്ക് നാനോ? അപ്പൊ ഈ നാനോ? അത് 2014 ആണ്. അത് നമുക്കൊരു 90 രൂപ കൊടുക്കാം. 90 രൂപയ്ക്ക് ഈ നാനി കൊടുക്കാം. പവർ സ്റ്റാറിംഗ് ഉള്ളതുണ്ട്. അപ്പൊ ഈ നാനോ? ഇത് ഷാറേറ്റിന് കൊടുക്കാം നമുക്ക്. 90 തന്നെ? 50 രൂപ. 50 രൂപയ്ക്ക് 3 നാന ഉണ്ടല്ലോ. അപ്പൊ 55 രൂപ കൊടുക്കാം. 55 രൂപയ്ക്ക് ഈ നാനി കൊടുക്കാം അല്ലേ? ഒക്കെ മാക്സിമം ലോൺ കയറ്റി. ഇത് ലോൺ കയറൂല. മറ്റൊക്കെ മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോ വീടിന്റെ വൈൻഡപ്പ് ചെയ്യണം. ചെറുവിടല ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ വരെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി കൊടുക്കണം.